Hello, welcome back to the game Last Day on Earth. Welcome and Milko. So, ബോണസ് ആയിട്ട് ഐറ്റംസ് നമുക്ക് കിട്ടി. ഡെയിലി ബോണസ് എവിടെയാണ് കലണ്ടർ? ഡെയിലി ബോണസ് എവിടെ? പർസ്യൂട്ട് ഓഫ് ലക്ക്. ഇതിലൊന്നും കാണിക്കുന്നില്ല. ഇതിലെടുക്കാൻ പറ്റില്ല. സാറേ, ഇവൻറ്റുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് തോന്നുന്നു. യെസ്, ഇവൻറ്റ്സ് വിൻ ഓർ ഡൈ. ഓക്കെ, ഈവൻറ്റ് കലണ്ടർ നോക്കട്ടെ. ഈവൻറ്റ് കലണ്ടർ സൺഡേ ഇതില്ല. ഈവൻറ്റ് കലണ്ടർ. സോ ഡെയിലി ബോണസ് എന്ന് പറയുന്ന സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. അതിപ്പോൾ എവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നേ? ഫ്രീ വീഡിയോ കണ്ടാൽ ഓപ്പൺ ആക്കാൻ പറ്റും. ആയിക്കോട്ടെ, ഫ്രീ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വീഡിയോ കണ്ട് ഓപ്പൺ ആക്കാം. ഓക്കെ, സോ വിക്ടർ സെറ്റിങ്സ് ഓഫ് എന്താ റീച്ച് ലെവൽ 30 ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 30 പോലും എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. ഇനി വിക്ടർ അണ്ണാച്ചി ലെവലപ്പ് 24 പോയിന്റ്. 10 കൊടുത്ത റീഫ്രഷ്, ക്വിക്ക് ലേണർ. ഓക്കെ, ഓട്ടോ നോ റിസോഴ്സ് ടു കളക്ട്. ആയിക്കോട്ടെ. ഇനി ലെവലപ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ലെവലപ്പൊന്നുമില്ല. ഓക്കെ, ഓട്ടോമാറ്റിക് കളക്ട് ഒന്നും വേണ്ട, വിട്ടോളാം. ഇനി റൈസ് പപ്പീസ് 3 out of 5. ക്രോസ് ബ്രീഡ് ഡോഗ്സ് 1 out of 3. നമുക്ക് ആസ് യൂഷ്വൽ ഇതുവരെ തന്നെ കയറാം. നമ്മളായിട്ട് ഇത് ഒരു മാറ്റം വരുത്തണ്ട. കുറച്ച് വെള്ളം കുടിച്ചു. ഇതിൽ കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്തു. നമ്മൾ പോകുന്നു നമ്മുടെ പട്ടിക്കൂട്ടിലേക്ക്. പപ്പീസിനെ കാണാൻ പോകുന്നു. പപ്പി. ഓക്കെ, സോ ഈ കണ്ട സാധനം നമ്മളിവിടേക്ക് ഇട്ട് കൊടുക്കുന്നു. ഫുഡ് ഈസ് ഔട്ട്. 5 മണിക്കൂർ നിർത്താതെ കഴിക്കാനുള്ള ഇട്ടിട്ടുണ്ട്. എൻജോയ്. സിംബ ഇയാൾ എൻ്റെ കൂടെ വരുമോ? ഇല്ല. മോഡിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്? ആയിക്കോട്ടെ, ഇത് വളർന്നു. സിംബ വളർന്നു കിളിമകളെ. അല്ല, സിംബ സെലക്ട് ചെയ്യുക. സിംബ ഈ ബേസിലോട്ട് വിടുക. സിംബ ബേസിലോട്ട് വിട്ടു. ഓക്കെ, അതൊക്കെ ഇത് ക്ലോസ് ചെയ്തു. ഇനി സിംബയ്ക്കുള്ള ഫുഡ് ഇട്ടിരിപ്പോലെ, പ്രശ്നമില്ലായിരിക്കും. ഇനിയുള്ളത് ഡോഗ് ബ്രീഡ്സ്. അതിനെ തിരിച്ചു കൊണ്ടുവന്നല്ലോ, പുറത്ത് കിടത്തണ്ട. ഇതൊക്കെ കൂട്ടിപ്പോ തിരിച്ചു പോ. ഫുഡ് കഴിക്കാം. ഇതിന് നമുക്ക് ഇവിടെ കൊണ്ട്, പക്ഷെ ഇപ്പുറത്ത് ഫീമെയിലായിട്ട് ആരുമില്ല. ആർ യു ഷുഗർ?
2 കൂട് മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. നമുക്ക് ജസ്റ്റ് ഒരു സ്പിയറെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര തടിയില്ല. ഇവിടെ തടിയില്ല. നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിപ്പോയെന്ന് തോന്നുന്നുണ്ടല്ലോ. ആവശ്യമുള്ള സാധനങ്ങളൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു വെപ്പണില്ല. നമ്മൾ എവിടെ ചെന്ന് കയറും? ഇതിനകത്ത് നമുക്ക് വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, ഈ വെപ്പൺ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെടുക്കാം. ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത്ര ഐറ്റംസ് വേണം. ഇവിടെ ബെയർ ട്രാപ്പ് വേണ്ട. ഇപ്പോൾ തൽക്കാലം ബോ ആൻഡ് ആറോ ഇതൊന്നും ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം. അതും കൊണ്ടുപോകാം. പിന്നെ നമ്മൾ ഇത് കൊണ്ടുപോകുന്നു. നമ്മൾ ഇത് 2 കൊണ്ടുപോകുന്നു, ബാൻഡേജ്. ഇനി ഷവർ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ തടി കുറവാണ്. നമുക്കിനി പോയിട്ട് ലൂട്ടുമായി വരാം. ഒടിഞ്ഞ ബാറ്റുമായി 6 അടിക്കട്ടെ. ഒരു ബാഗ് ഇതിനകത്തുണ്ടായിരുന്നു. യെസ്, നോ ബാഗ് എക്യുപ്പ് ചെയ്യട്ടെ. എക്യുപ്പ്. ശരി, നമ്മളിവിടെ നേരെ പോകുന്നു ഗ്ലോബൽ വില്ലേജിലേക്ക് ലൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിനായി. കാരണം ലൂട്ട് കിട്ടുമോ എന്നറിയില്ല. ലൂട്ടിയിട്ട് വരാം. പോട്ടെ. ഓക്കെ, സോ ഗൈസ്, നമ്മൾ കുറച്ചധികം വെപ്പണും ബാക്കി കുറച്ച് തടിക്കും മറ്റ് സാധനങ്ങൾക്കുമായി ഗ്ലോബൽ മാപ്പിലേക്ക് നമ്മൾ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ഈവൻ്റ് ഉണ്ട്. വേണ്ട, ഇവിടെ പോയി കഴിഞ്ഞാൽ പടമാവും. അതുറപ്പാണ്. 1 മിനിറ്റിലടുത്ത് സോംബി അറ്റാക്ക്. വളരെ മനോഹരമായിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഈ കാണുന്ന ഇവൻറ്റിലേക്കൊന്ന് പോയി നോക്കാം. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വട്ടം പോയതാണ്. പരിപാടിയുടെ നടത്തിപ്പിനായിട്ട് നമ്മൾ അഹോരാത്രം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ കുത്തിന് നമ്മളെ കാള കൊന്നു കളഞ്ഞു. കാളയല്ല, പോത്ത്. സോ വൺസ് അഗൈൻ നമ്മൾ തിരിച്ചു പോകുന്നു അങ്ങോട്ടേക്ക് തന്നെ. വളരെ പതുക്കെ ഓടിക്കോ. കുറേ സാധനങ്ങളൊക്കെ ഇനിയും വേണമല്ലേ നിനക്ക്? ആയിക്കോട്ടെ. തൽക്കാലം നമുക്ക് ഈ അമ്പും വില്ലും കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻ കേസ് നമ്മളവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റിയാലോ, നമുക്ക് അടുത്ത് പോകാതെ തന്നെ നമുക്ക് അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റിയാലോ. ഇല്ല, അങ്ങനൊരു സംഭവമേ ഇല്ല മോനെ. ഇതൊക്കെ പോയി അടി തുടങ്ങ. അടിക്ക. കൊല്ലവനെ. ഓക്കെ, കളക്ട്. അപ്പം അമ്പും വില്ലും കൊണ്ടൊരു കാര്യമില്ലല്ലോ, വെറുതെ അതിലും. ഇതിന് ടിക്കറ്റ് ഉണ്ടോ തരാന്? നോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ഉള്ളത്.
തൽക്കാലം നീ അത് പിടിക്കുക. ശരി, ഈ പാറ്റേൺ ഒന്നും വലിയ പവറില്ല, എന്നാലും നോക്കി നോക്കാം. ആരും കാണാതെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ലൂട്ടിയിട്ട് പോകാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. ഇവനടിക്കുമ്പോൾ വേറെ ആരെങ്കിലും വരുമോ? പിഷ്കു പിഷ്കു പിഷ്കു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓക്കെ ബൈ. നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, ഗ്ലോബൽ മാപ്പിലോട്ട് വിട്ടോ. ഒട്ടും ലൈഫില്ല, ഒരു സാധനം ഇല്ലാതെ ചെന്ന് കയറിയിട്ട് ഇതേതാ മോട്ടോർ സൈക്കിൾ വേണം അവിടെ വരെ പോകാൻ. നമുക്കെന്നാ ഫാമിലൊന്ന് പോയി നോക്കാം. പോസിബിൾ ലോഡ്സ്. ഗണ്ണില്ലാണ്ട് നമുക്ക് ഫെയർ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എട്ടാണ് നമ്മുടെ ലൈഫ്. Cold weapons do increase damage if you use them smartly as long as the enemy can see you. Okay. Which means ഇവിടെ ഓപ്പൺ ആയിട്ടൊരു സാധനം ഇരിപ്പുണ്ട്. തുറക്കുമ്പോൾ വേറെ നിങ്ങൾ ചാടി വരുമോ? കാരണം ഇത്രയും അടുത്തൊരു സാധനം വെച്ചിരിക്കുന്നു. This one is great. Use. Equip. ഗണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിന് മുന്നേ സാധനം കിട്ടി. അവരുടെ അടുത്തോട്ട് എങ്ങനെയാ പോവാ? എങ്ങനെ പോവാ? ഈ ബ്രിഡ്ജ് കയറിയായിരിക്കോ? യെസ് യെസ് യെസ്. ആക്ച്വലി നമ്മുടെ കയ്യിൽ ഇനി നമ്മളിവിടെ വീണാൽ ഉണ്ടാവില്ല. ഓക്കെ, ഇതുവഴി മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്ഥലത്ത് വരുന്നത്. ഈ നിൽക്കുന്ന സോംബി ഒരു ടാസ്ക് ആണോ? അയ്യോ, അവരെ തൂക്കം നമുക്ക് ഗണ്ണ് വേണ്ടി വരും. പക്ഷെ ഗണ്ണിൻ്റെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം വരും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതുവഴി അങ്ങോട്ടും പോകാൻ പറ്റില്ല, അപ്പോൾ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എൻട്രൻസ്. ലൈഫ് നമുക്ക് എന്തെങ്കിലും വേണം, ഇല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചു പോയിട്ട് നോക്കിയോ. ഈ ഗണ്ണ് ഇവിടെ നിന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. എന്ത് പറയുന്നു? വഴി കഴിച്ചേ. ഗണ്ണെടുത്ത് പിടിക്കുന്നു, എക്യുപ്പ് ചെയ്യുന്നു. Come on. അതാ തള്ളച്ചി സോംബി അല്ല, അത് കുറച്ചുകൂടി ഡാമേജ് ഉള്ള സാധനമായിരുന്നു.
ഇതെന്ത് ഒരു സോംബികള്. ബെസ്റ്റ്. വീടുമില്ല ഒന്നുമില്ല. ആയിക്കോട്ടെ, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ആയിക്കോ. എൻ്റെ കയ്യിലൊരായുധം പോലും ഇല്ല. സ്വന്തം വീട് വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ. എല്ലാം കൂടെ കൊണ്ട് കയറി മേഞ്ഞു പോവാണോ അവന്മാര്? എൻ്റെ അടുത്ത് വരണ്ട. നിങ്ങൾ പോകുന്ന പൊക്കോളൂ. ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ജസ്റ്റ് അവർ പോയോ? പോയിട്ടുണ്ടാവോ? അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ കയറി വന്നിട്ട് എനിക്ക് തോന്നുന്നു നിലത്ത് കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മീൻസ് അല്ല, തറയിൽ തന്നെ കിടക്കേണ്ടി വരും പഴയ പോലെ. ഇതൊക്കെ തൊലച്ച് സിംഗിൾ അക്കോമഡേഷൻ ആക്കിയല്ല, പാർട്ടീഷൻ്റെ ടൈം ചെയ്തിരുന്നതാ. നന്ദിയുണ്ടാ, നന്ദിയുണ്ട്. തടിയെല്ലാം തിരിച്ചു വയ്ക്കാൻ ഇനി ഒരു ബാഗ് വേണം. രണ്ട് ബാൻഡേജ് വേണം. പിന്നെ ശരിക്കും ബാറ്റിനാണോ 14 സ്പീഡ് 1, 10 സ്പീഡ് 1? ബാറ്റിനല്ലേ കുറച്ചുകൂടി അറ്റാക്കിങ്ങിൻ്റെ ഉള്ള? സ്നിക്കേഴ്സ് ക്രാഫ്റ്റ് ഓടിത്തള്ളാതാകുമ്പോൾ എക്യുപ്പ്. ഓക്കെ, നമ്മൾ ആ പോയ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും കാണാതെ എടുത്തിട്ട് തിരിച്ചു വരാം. സം സെംബ്ലൻസ് ഓഫ് an army still functions today. നമ്മൾ പോയത് ഇവിടെ അല്ലേ? അവിടെ അല്ല, ഇതിൽ റൺ. നമുക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മര്യാദയ്ക്ക് പോയി അവിടെ നിന്ന് സാധനം എടുത്തിട്ട് തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, കേളുങ്കണ്ണ. നമ്മളിവിടുത്തെ വെട്ടി തുറന്നായിരുന്നു, അതിലൊന്നുമില്ല. നമ്മളിപ്പുറത്ത് പോയിട്ട് നമ്മുടെ ഡെഡ് ബോഡി അതിനടുത്തുകൊണ്ടിട്ടിരിക്കും അല്ലേ? തള്ളച്ചി, ഇതിപ്പുറം വരുമോ? ആയിക്കോട്ടെ, ഞാനിനി പോയിട്ട് വരാം. എൻ്റെ ഡാമേജ് എത്ര ഉണ്ട് കേട്ടോ. അപ്പം കണ്ണ് ഓക്കെ തന്നെയാണ്. നമുക്ക് കണ്ണ് വെച്ചിട്ടൊന്ന് ഫൈറ്റ് നോക്കാം. ചിലപ്പോൾ അതും കൂടി ഡെഡായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയല്ലോ. ഷോമി
ഷോ മീ വെർ ഈസ് ദാറ്റ് ഹ്യൂമനിറ്റേറിയൻ ബോക്സ്. ഇവിടെ പോയി ഒരുപാട് ഐറ്റം കിട്ടും. നമുക്കന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. കാരണം അന്നൊരു വട്ടം അവിടെ പോയിട്ടൊരു ഗണ്ണെടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം ഡെഡായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. ഗണ്ണിന് ഗണ്ണ്, ആയുധത്തിന് ആയുധം. 8 1.7 4.1 എത്രയാ? 14 1 അതല്ലേ നല്ലത്? അത് മതി. വിൻ്റർ. ഇനി നടക്കപ്പോറത് യുദ്ധം. എന്തിനു വേണ്ടി? ജീവന് വേണ്ടി. പതുക്കെ എഴഞ്ഞഴഞ്ഞ് പോണോ ഇനി? ഇവിടേക്ക് ആരൊക്കെയോ കയറി. അത് കൂളായിട്ട് വരുന്ന നാറി. എൻ്റെ കയ്യിൽ ഗണ്ണെടുത്ത് പിടിക്കാം, അല്ലാണ്ട് നടക്കില്ല. ക്ലോസ്. ഇവാടാ. അയ്യോ, അവൻ്റെ വാള് മറ്റേ വെറുതെ ബാനടിക്കണ്ട. ഓക്കെ, കാര്യമായി. അവൻ്റെ കയ്യിൽ അവൻ കൂളായിട്ട് വരുന്നു, വെട്ടുന്നു, കൊല്ലുന്നു. ആരാ നീ? നമ്മളിലുണ്ട് ഡ്രസ്സ്. ഏത് ഡ്രസ്സ്? നിൻ്റെ അടുത്ത ഡ്രസ്സ്. ഓക്കെ, നീ ഇവിടുന്ന് എല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഹ്യൂമനിറ്റേറിയൻ ഷിപ്പ് 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 ഷിപ്പ്. മദ്യപാനി. ഡിലീറ്റ്. ഓക്കെ, ആയിക്കോട്ടെ. ഇവരിവിടെ തുറച്ചിട്ടെങ്കിലും നമുക്ക് തുറക്കാനായിട്ട് പെട്ടികളൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാം. അതാരാ? പറുവേ. അവൻ്റെ ഇപ്പോൾ ഗണ്ണും കൊടുത്തല്ലോ. ഇനി പോയിട്ട് എന്ത് ചെയ്യാനാ? ആ നിൽക്കുന്നവരൊക്കെ പ്ലെയർ ആയിരുന്നോ? പുള്ളി എന്നോട് എന്തോ പറയാൻ നോക്കിയായിരുന്നു, പക്ഷേ ഞാനൊന്നും കേട്ടില്ല. ഇനി നമ്മൾ വെറും കൈയോടുകൂടി പോവാം. തരാം. സോറി, ഞാൻ തന്നെ. വെറും കൈയോടുകൂടി നമ്മൾ മരിച്ച സ്ഥലത്തേക്ക് പോകുന്നു. എവിടെ? തിരിച്ചു വരാൻ മാത്രം അപ്പം ഇനി എനർജി കാണുള്ളൂ നമ്മുടെ അടുത്ത്. ഓക്കെ, we will go and fight. Go, 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 go. Go, 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 go. ആരും ഉണ്ടാവാതിരുന്നാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്നു, പിന്നെ അകത്ത് കയറുന്നു. പതുക്കെ പോയിട്ട് എന്തെങ്കിലും ലൂട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്നുമില്ല. അതൊരു സർവൈവറാണേ.
നമ്മളെ കാണുന്നതിന് മുന്നേ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം. ബോട്ടാണോ? എൻ്റെ ബാറ്റിട്ട് 2 അടി അടിച്ച് ഞാൻ ചത്തുപോകും. അങ്ങനെ അടിക്കാൻ പോലും സാധനമില്ലടെ. എന്താ ചെയ്യാ? അനിയ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. നീ നിന്റെ ഗണ്ണിൻ്റെ ഉണ്ടെങ്കിൽ തീരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. തീരെ റൈലിട മോനെ. ഇത് ബോട്ടാന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ചെന്ന് 2 ഇടി ഇടിച്ചാലും കാര്യമില്ലല്ലോ. എന്താ ഇപ്പം ഞാൻ എന്നോട് തന്നെ പറയുക? പറയണ, നിങ്ങൾ പറയാനുള്ള പറയും. ഒന്ന് തേഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എന്തോ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്താ ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടേ? $30 പോയിൻ്റ് ഉണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. നമ്മൾ ഇനിയും പോവും. നമ്മൾ ഈ സാധനം ഇനിയും ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മളുള്ള ബാഗുമായിട്ട് നമ്മൾ പോവുകയും ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ അവനെ അടിക്കുകയും ചെയ്യും പോയിട്ട്. സോറി, നമ്മൾ അവനെ പോയി അടിക്കും. തോക്കാനാണെങ്കിൽ നമ്മൾ തോക്കൊന്നുകൂടെ. ഇതാരാ? ഇയാളെന്ന് പോടേ. ഇതൊന്നും വേണ്ട. ഇനി വേണ്ടി വേറൊന്നുമല്ല, ഈ ഹ്യൂമാനിറ്റേറിയൻ ഡിസ്ട്രോയിഡ് കോൺവോയ്. അവിടെ ഉള്ളവ ഒന്നെങ്കിൽ കുഞ്ഞു പയ്യൻ, അല്ലെങ്കിൽ മീൻസ് കുഞ്ഞു പയ്യനല്ല, ആദ്യത്തെ പ്ലെയർ നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഏതോ ബോട്ട് തന്നെ ആയിരിക്കും. അത് അവിടെ ഇങ്ങനെ നിന്ന് അടിക്കുന്നത്. ബോട്ടടിച്ച് ചേർത്തല്ലോ. പബ്ജിയിലും അതുപോലെ ആയിരുന്നു. ഇപ്പം ഇവിടെയും അവനൊക്കെ പോയോ? അവനിപ്പം ബാൻഡേജ് കിട്ടിക്കാണോ അല്ലേ? ചത്ത് ഞാൻ മരിച്ചു. കൊന്നിട്ടും അവൻ്റെ കൊതി തീർന്നില്ല എന്ന് പറയുമ്പോൾ കഷ്ടമുണ്ട് സുഹൃത്തെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കളി കൊണ്ട് കാര്യമൊന്നുമില്ലാന്ന് തോന്നുന്നു. സോ നമുക്ക് വേറൊരു ദിവസം കാണാം. സന്ധിക്കും വരെ വണക്കം. ടേക്ക് കെയർ. ബൈ ബൈ.